നമസ്കാരം. വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ സിനിമാ ലോകവും അതുപോലെ തന്നെ രാഷ്ട്രീയവും അങ്ങനെ എല്ലാവരും ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചിലവരുടെ ഷോപ്പ് വരെ, തുണിക്കടകൾ വരെ അവിടുത്തെയുള്ള സ്റ്റോക്കുകൾ ഓണത്തിന് ഇറക്കി വെച്ചിട്ടുള്ള ബിസിനസ് ചെയ്യാനുള്ള സ്റ്റോക്ക് വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒപ്പം തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് 5 കോടി രൂപയോളം. പിന്നെ സൂര്യ ജ്യോതിക അവരും കൊടുത്തിട്ടുണ്ട് 50 ലക്ഷം രൂപയോളം. അങ്ങനെ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ വിക്രം, അങ്ങനെ ഒരുപാട് വ്യക്തികൾ, ബോച്ചെ, അങ്ങനെ എല്ലാവരും ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോഴിതാ മമ്മൂട്ടിയും ദുൽഖറും നേരിട്ട് ചെന്നിട്ട് അവിടുത്തെ ആ ഒരു കളക്ട് ചെയ്യുന്ന ആ ഒരു സംഘടനയിൽ പോയിട്ട് നേരിട്ട് ക്യാഷ് കൊടുത്തിരിക്കുകയാണ്. 30 ലക്ഷം രൂപയാണ് മമ്മൂട്ടിയും ദുൽഖറും അവിടെ കൊടുത്തിരിക്കുന്ന ഒരു തുക. അദ്ദേഹം തന്നെ എന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, ഇതൊരു ചെറിയൊരു തുകയാണ്, ഒന്നുമല്ല, ഇനിയും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു സഹായം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക മാധ്യമങ്ങളോട് പറയുന്ന ഒരു വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ വയനാട്ടിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണങ്ങളായാലും വസ്ത്രങ്ങളായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ സഹായങ്ങളായിട്ട് ചെല്ലുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലർക്കും പിന്നെ എത്തിപ്പെടാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് പല ആളുകൾക്കും സഹായിക്കണമെന്ന് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അവിടെ ചെല്ലാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഫണ്ടുകൾ ഇപ്പോൾ എത്തിക്കാൻ പറ്റാതെ കിടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു ടൈം ഉണ്ടാവും. അവർക്കൊക്കെ വിചാരിച്ച ഓരോ ചാരിറ്റി ട്രസ്റ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു എമൗണ്ട് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിൻ്റെ ആ ഡോക്യുമെൻ്ററികളൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് ആ ക്യാഷുകൾ അവിടെ എത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വയനാട് വലിയൊരു ദുരന്തമായിട്ടാണ് നമ്മളിപ്പോൾ ദേശീയ ദുരന്തമായിട്ടാണ് അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു മഴയത്ത്, അതായത് ഒരു 4 ദിവസം മുന്നേ പെയ്ത മഴയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് ജില്ലകളിലും ഒരുപാട് സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും ജാതി മത രാഷ്ട്രീയമൊന്നും ഇല്ലാതെ ഓരോ യൂണിറ്റിൽ നിന്നും ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടും വയനാട്ടിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഒരു വലിയൊരു പ്രശ്നം ആയതുകൊണ്ട് ഒരുപാട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഒരുപാട് ഫണ്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മളെപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഒരു കുടുംബം തയ്യാറായിരിക്കണം. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വണ്ടി വരെ, ഒരു ടാർന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി നിറച്ച് സാധനങ്ങളും ആ ഒരു വണ്ടി അടക്കം കൊടുത്തിരിക്കുകയാണ്. അവിടെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പോകാനും വരാനും ആ വണ്ടി നാശമായി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ നന്നാക്കി കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് എല്ലാവരും ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഒത്തൊരുമയാണ് നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ നാടിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് വരുന്ന ആ ഒരു സഹോദര സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സംഘടനകളുടെ ഒരു ഐക്യം എന്ന് പറയുന്നത് കേരളത്തിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ലോകമെമ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും അതായത് മമ്മൂട്ടിയും ദുൽഖറും കൊടുത്ത പോലെ മറ്റുള്ള നടന്മാരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും ക്യാഷ് കൊണ്ട് സഹായിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഒരു അഭിപ്രായം കൂടിയാണ് നമ്മൾ. കാരണം നമ്മുടെ അറിവുകളിൽ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അവർ അധ്വാനിച്ചിട്ടുള്ള ക്യാഷിൽ നിന്നും ഒരു പങ്ക്, ജനങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു പങ്ക് ജനങ്ങൾക്ക് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ പങ്കുവെക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു, എല്ലാവർക്കും അതൊരു നന്ദി പറയാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ഒരു സഹായങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും എല്ലാ ആർട്ടിസ്റ്റുകളും, എല്ലാ നടന്മാരായാലും നടിമാരായാലും അവരെ കൊണ്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരായാലും എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വയനാട്ടിലേക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.